ഇന്ന് 2024 മെയ് മാസം 29 ബുധനാഴ്ച ദിവസം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അതായത് ഈ മാസം വിരമിക്കുന്ന ആളുകൾക്ക് ആനുകൂല്യം നൽകാനും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനും സർക്കാരിന് ഇന്ന് 3500 കോടി രൂപ ലഭിക്കും. റിസർവ് ബാങ്ക് വഴി കടപ്പത്രം ഇറക്കിയാണ് ധനസമാഹരണം നടത്തുന്നത്. ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 800 കോടിയോളം രൂപ ആവശ്യമുണ്ട്. ഇതിന് ഈ മാസവും അടുത്ത മാസവും 7500 കോടി രൂപയാണ് വിരമിക്കുന്ന ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടത്. ഇതിനായി അടുത്ത മാസം ആദ്യം വീണ്ടും സർക്കാർ കടമെടുക്കും. സെക്രട്ടേറിയറ്റിൽ മാത്രം 5 സ്പെഷ്യൽ സെക്രട്ടറിമാരടക്കം 150 പേരാണ് വിരമിക്കുന്നത്. വിരമിക്കുന്നവരിൽ നല്ലൊരു പങ്കും ആനുകൂല്യങ്ങൾ ട്രഷറിയിൽ തന്നെ നിക്ഷേപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫലത്തിൽ സർക്കാരിന് 7500 കോടി രൂപയുടെ ബാധ്യത ഒറ്റയടിക്ക് വരുന്നില്ല. സംസ്ഥാനത്തിന് 2024 മുതൽ 25 സാമ്പത്തിക വർഷത്തിൽ 18,253 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 3000 കോടി രൂപ വായ്പ എടുക്കാനാണ് കേന്ദ്രം മുൻകൂർ അനുമതി നൽകിയത്. ഇതടക്കം 21,253 കോടി രൂപയുടെ കടമെടുപ്പിനാണ് ഇതുവരെ അനുമതി ലഭിച്ചത്. ഈ കടമെടുപ്പ് പ്രതീക്ഷിച്ചാണ് ബജറ്റും തയ്യാറാക്കിയത്. ഏപ്രിൽ മുതൽ ഡിസംബർ വരെയും ജനുവരി മുതൽ മാർച്ച് വരെയും 2 ഘട്ടമായാണ് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ കേന്ദ്രം പ്രത്യേക അനുമതി നൽകുന്നത്. ഈ അനുമതി ലഭിച്ചെങ്കിൽ മാത്രമാണ് റിസർവ് ബാങ്കിലൂടെയുള്ള കടമെടുപ്പ് സാധ്യമാവുകയുള്ളൂ. ഏതായാലും സർക്കാരിന് ഇപ്പോൾ 3500 കോടി രൂപയാണ് ലഭിക്കുന്നത്. ഇതിൽ നിന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ വിതരണം വരും ദിവസങ്ങളിൽ തന്നെ നടക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.